സ്റ്റോറി സ്പേസിലേക്ക്, ഈ കഥയിടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഏതാനും ബുദ്ധകഥകൾ കേൾക്കാം. ഒരു ദിവസം സിദ്ധാർത്ഥ രാജകുമാരൻ കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിൽ കൂടി ഒരു നദീതീരത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഒരു കൂട്ടം അരയന്നങ്ങൾ ആകാശത്തിൽ കൂടി പറന്നു പോകുന്നുണ്ടായിരുന്നു. അവയുടെ പറക്കലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഒരു പക്ഷി സിദ്ധാർത്ഥ രാജകുമാരൻ്റെ മുമ്പിൽ വീണു. അതിൻ്റെ ഒരു ചിറകിനടിയിൽ ഒരമ്പു തറച്ചിരുന്നു. ഗൗതമൻ അത് മെല്ലെ മാറ്റി പക്ഷിയുടെ മുറിവ് കെട്ടി അതിനെ ശുശ്രൂഷിച്ചു. അപ്പോൾ ഗൗതമൻ്റെ മച്ചുനൻ ദേവദത്തൻ അവിടെ ഓടിയെത്തി. താൻ അമ്പെയ്ത് വീഴ്ത്തിയ പക്ഷിയെ എടുക്കാനായിരുന്നു അയാൾ വന്നത്. എന്നാൽ ഗൗതമൻ മുറിവ് പറ്റിയ ആ പക്ഷിയെ കൊടുക്കാൻ തയ്യാറായില്ല. ആ പാവം പക്ഷിയുടെ ജീവൻ രക്ഷിച്ച തനിക്ക് അവകാശപ്പെട്ടതാണ് ആ പക്ഷി എന്ന് പറഞ്ഞു. പക്ഷിക്ക് സുഖം പ്രാപിച്ചപ്പോൾ അതിനെ കൂട്ടത്തിൽ ചേരാൻ സ്വതന്ത്രയാക്കി. അടുത്ത കഥ. ഒരിക്കൽ ശ്രീബുദ്ധൻ ധ്യാനത്തിലായിരുന്നപ്പോൾ ഒരു വ്യവസായി ബുദ്ധൻ്റെ അടുത്ത് വന്ന് അദ്ദേഹത്തെ ചീത്ത പറഞ്ഞു. തൻ്റെ മക്കളെ വഴിപിഴപ്പിച്ച് മടിയന്മാരാക്കുന്നു എന്നതായിരുന്നു അയാളുടെ പരാതി. കുറേയേറെ നേരം അയാൾ ബുദ്ധനെ ഭള്ളു പറഞ്ഞു. ധ്യാനത്തിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞിട്ടും ബുദ്ധൻ ചിരിച്ചുകൊണ്ട് എല്ലാം കേട്ട് മിണ്ടാതിരുന്നു. ശകാരവർഷം നടത്തിയ ആൾ ഇത് കണ്ട് നിസ്സഹായനായി. അയാളുടെ കോപം ഒന്നടങ്ങിയപ്പോൾ ബുദ്ധൻ ചോദിച്ചു, മാന്യരെ, നിങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും വെറുതെ കൊടുത്താൽ അത് കൊടുക്കുന്നയാൾ വാങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അയാൾ പറഞ്ഞു, താങ്കൾ എന്ത് വിഡ്ഢിയാണ്. അയാൾ വാങ്ങിയില്ലെങ്കിൽ കൊടുക്കുന്നയാളിന് തന്നെ അത് തിരിച്ചു കിട്ടും. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ എനിക്ക് കുറച്ചു സമയമായി തന്നുകൊണ്ടിരിക്കുന്നതൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. എല്ലാം നിങ്ങൾക്കു തന്നെ കിട്ടിയല്ലോ. തൻ്റെ ബുദ്ധിമോശം മനസ്സിലാക്കി അയാൾ ശ്രീബുദ്ധനെ സാഷ്ടാംഗം പ്രണമിച്ചു. മറ്റൊരു കഥ. ഒരിക്കൽ ശ്രീബുദ്ധൻ ഭിക്ഷയ്ക്ക് വേണ്ടി ഒരു ധനികനായ കൃഷിക്കാരൻ്റെ അടുത്തെത്തി. അയാൾ തൻ്റെ വയലിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം അളന്ന് അറയിലേക്കിടുന്ന സമയമായിരുന്നു. ബുദ്ധൻ തൻ്റെ ഭിക്ഷാപാത്രം അയാളുടെ നേരെ നീട്ടി. എന്നാൽ കൃഷിക്കാരൻ കോപാകുലനായി പറഞ്ഞു, ഞാനാണ് എൻ്റെ വയൽ ഉഴുത് വിത്ത് വിതച്ച് വളമിട്ട് വിളവെടുത്തത്. നിങ്ങളെപ്പോലെയുള്ളവർ വെറുതെ പാത്രം നീട്ടിയാൽ തരാൻ വേണ്ടി എൻ്റെ കയ്യിൽ ഒരു മണി ധാന്യം പോലുമില്ല. കടന്നുപോകൂ. നിങ്ങളും കഴിയുമെങ്കിൽ എന്നെപ്പോലെ ഉഴുത് വിത്ത് വിതച്ച് വളമിട്ട് കൃഷി ചെയ്തു നോക്കൂ. അപ്പോൾ അതിൻ്റെ വിഷമങ്ങൾ അറിയാം. ബുദ്ധൻ ശാന്തനായി പറഞ്ഞു, മഹാത്മൻ, ഞാനും ഒരു വിധത്തിൽ ഒരു കർഷകൻ തന്നെ. ഞാനും ഉഴുന്നുണ്ട്, വിതയ്ക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഞാനും ഭക്ഷിക്കുന്നത്. നിങ്ങൾ ഉഴുതുമറിക്കുന്നോ, വിത്ത് വിതയ്ക്കുന്നോ? അതിൻ്റെ ലക്ഷണമൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. ബുദ്ധൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ വിശ്വാസമാണ് വിതയ്ക്കുന്നത്. നല്ല കാര്യങ്ങളാണ് എൻ്റെ കൃഷിക്ക് മഴയായും വളമായും പരിണമിക്കുന്നത്. ബുദ്ധിയും സൽക്കർമ്മങ്ങളുമാണ് കലപ്പയുടെ ഭാഗങ്ങൾ. എൻ്റെ മനസ്സാണ് എന്നെ ഇതൊക്കെ ചെയ്യിക്കുന്നത്. നിയമമാണ് എന്നെ പരിരക്ഷിക്കുന്നത്. ആത്മാർത്ഥതയാണ് എൻ്റെ മുഖമുദ്ര. അധ്വാനശീലമാണ് എൻ്റെ പ്രിയപുത്രി. അങ്ങനെയാണ് ഞാൻ ജനങ്ങളുടെ തെറ്റിദ്ധാരണകൾ എന്ന കളകൾ പിഴുതെറിയുന്നത്. മനുഷ്യരുടെ നിർവ്വാണമാണ് എൻ്റെ ഫലം. തൽഫലമായി അവരുടെ എല്ലാ സങ്കടങ്ങളും ഞാൻ ഇല്ലാതാക്കുന്നു. അടുത്ത കഥ. ഒരിക്കൽ ബുദ്ധൻ തൻ്റെ ഒരു ശിഷ്യനോട് ഒരു യാചകനെ ഉപദേശിക്കാൻ പറഞ്ഞുവിട്ടു. അയാൾ ആത്മാർത്ഥമായി ഉപദേശിച്ചുവെങ്കിലും യാചകൻ യാതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അയാളുടെ മനസ്സ് മറ്റെന്തിനോ വേണ്ടി ഉഴലുകയായിരുന്നു. ശിഷ്യൻ ഗുരുവിനോട് പറഞ്ഞു, ഗുരു, അയാൾ എൻ്റെ ഉപദേശം കേൾക്കുന്നു പോലുമില്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ബുദ്ധൻ മറ്റൊരു ശിഷ്യനെ വിളിച്ച് അടുക്കളയിൽ കൊണ്ടുപോയി യാചകന് ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. ആദ്യത്തെ ശിഷ്യൻ പറഞ്ഞു, ഗുരു, താങ്കൾ എന്താണ് ചെയ്യുന്നത്? അയാളെ ഉപദേശിച്ചില്ലല്ലോ. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, അയാൾക്ക് ഇപ്പോൾ വേണ്ടത് ഭക്ഷണമാണ്, ഉപദേശമല്ല. ഞാൻ നാളെ അയാളെ ഉപദേശിച്ചു കൊള്ളാം. അടുത്ത കഥ. ഒരിക്കൽ ബുദ്ധൻ ഒരു കാട്ടിൽ കൂടി പോവുകയായിരുന്നു. അവിടെ ഒരു ഭീകരനായ മോഷ്ടാവ് താമസിക്കുന്നു.
അവിടെ കൂടി കടന്നു പോകുന്നവരെ കൊള്ളയടിച്ച് അവരുടെ വിരലുകൾ മുറിച്ച് മാലയുണ്ടാക്കി ധരിച്ചാണ് അയാൾ നടക്കുന്നത് എന്ന് നാട്ടുകാർ ഭഗവാനോട് അറിയിച്ചു. എന്നാൽ ശ്രീബുദ്ധൻ ഇതൊന്നും കൂട്ടാക്കാതെ തനിച്ച് കാട്ടിലേക്ക് നടന്നു. കുറെ ഉള്ളിലെത്തിയപ്പോൾ മോഷ്ടാവ് പ്രത്യക്ഷമായി. ബുദ്ധൻ അയാളുടെ നേരെ നടന്നെടുത്തുകൊണ്ടിരുന്നു. കയ്യിൽ മൂർച്ചയുള്ള വാൾ കൊണ്ട് കളിച്ചുകൊണ്ടിരുന്ന അയാളുടെ അടുത്തെത്തി ബുദ്ധൻ ചോദിച്ചു, നിങ്ങൾ അതീവ ശക്തിമാനാണോ? എന്താ, സംശയമുണ്ടോ? എന്നാൽ നിങ്ങൾ ആ മരത്തിൻ്റെ ചില്ല രണ്ടായി വെട്ടിമുറിക്കുമോ? മോഷ്ടാവ് തൻ്റെ വാളുകൊണ്ട് ഒരൊറ്റ വെട്ടിന് മരത്തിൻ്റെ ചില്ല രണ്ടായി മുറിച്ചു. ബുദ്ധൻ പറഞ്ഞു, ഇനി നിങ്ങൾ മുറിച്ച ശാഖ ആ മരത്തിനോട് ചേർത്ത് പഴയതുപോലെ ആക്കിത്തരൂ. മോഷ്ടാവിന് അത് സാധ്യമായിരുന്നില്ല. അയാൾ തൻ്റെ ബുദ്ധിമോശം മനസ്സിലാക്കി ബുദ്ധൻ്റെ കാൽക്കൽ വീണു. മഹാത്മാവേ, എന്നെ താങ്കളുടെ കൂടെ ശിഷ്യനായി കൂട്ടുമോ? അയാൾ അപേക്ഷിച്ചു. അയാളായിരുന്നു പിന്നീട് ശ്രീബുദ്ധൻ്റെ പ്രിയ ശിഷ്യനായി മാറിയ അങ്കുലിമാല. അടുത്ത കഥ. ഒരിക്കൽ ശ്രീബുദ്ധൻ തൻ്റെ ശിഷ്യന്മാരുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചു മാറി അദ്ദേഹത്തെ കാണാൻ വന്ന ഒരു രാജകുമാരനും ഇരിക്കുന്നുണ്ടായിരുന്നു. ശിഷ്യന്മാർ വളരെയധികം സന്തോഷവാന്മാരും സന്തുഷ്ടചിത്തരുമായി കാണപ്പെട്ടു. എന്നാൽ രാജകുമാരൻ വളരെ വിഷമത്തിലായിരുന്നു. അയാളുടെ മുഖത്ത് സ്ഥായിയായി കണ്ടത് ആകാംക്ഷയും ദുഃഖവുമായിരുന്നു. ബുദ്ധഭഗവാനെ കാണാൻ വന്ന ഒരു പ്രായമായ മനുഷ്യൻ ഈ വ്യത്യാസം ശ്രദ്ധിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, മഹാത്മൻ, അങ്ങയുടെ ശിഷ്യന്മാർ ഇവിടെ വളരെ ബുദ്ധിമുട്ടിയാണ് ആശ്രമത്തിൽ കഴിയുന്നത്. വീടുകളിൽ നിന്ന് ഭിക്ഷയാചിച്ചും മറ്റും കൊണ്ടുവരുന്ന ധാന്യങ്ങളും ഫലമൂലങ്ങളും ഭക്ഷിച്ചു. എന്നാൽ അവരുടെ മുഖത്ത് ശാശ്വതമായ സന്തോഷവും ശാന്തിയുമാണ് കാണുന്നത്. എന്നാൽ സുഖസൗകര്യങ്ങളുടെ നടുവിൽ യാതൊരു അലട്ടലുമില്ലാതെ ജീവിക്കുന്ന ആ രാജകുമാരൻ്റെ മുഖം നോക്കൂ. അയാൾ എത്രമാത്രം സങ്കടവും മാനസിക സംഘർഷവും അനുഭവിക്കുന്നുവെന്ന്. ഇതെന്തുകൊണ്ടാണ് പ്രഭോ? ബുദ്ധൻ പറഞ്ഞു, സുഹൃത്തേ, ഇതിനു കാരണം എൻ്റെ ശിഷ്യന്മാർ ഇവിടെ കിട്ടുന്ന പരിമിതമായ സുഖസൗകര്യങ്ങൾ കൊണ്ട് തികച്ചും സന്തുഷ്ടരാണ്. അവരുടെ സൗകര്യങ്ങളുടെ ഏറ്റക്കുറച്ചിലോ മറ്റു ബാഹ്യ സംഭവങ്ങളോ അവരുടെ സന്തോഷത്തെയോ മനഃശാന്തിയെയോ ബാധിക്കാറില്ല. അവർ ഇന്നലകളിൽ എന്ത് സംഭവിച്ചുവെന്നോ നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നോ ഓർത്ത് വിഷമിക്കാറില്ല. അവർ ഇന്നിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അവർക്ക് യാതൊരു വിഷമങ്ങളും ഇല്ലാത്തത്. രാജകുമാരൻ അങ്ങനെയല്ലല്ലോ. അടുത്ത കഥ. ഒരിക്കൽ ഒരു ബ്രാഹ്മണൻ അയാളുടെ കുടുംബദൈവങ്ങൾക്ക് വേണ്ടി വലിയ രീതിയിൽ ഒരു മൃഗബലി നടത്താൻ തയ്യാറെടുക്കുകയായിരുന്നു. അതിനുവേണ്ടി അസംഖ്യം ആടുകളെ അയാൾ അണിനിരത്തി ബലിദിവസം ഹോമിക്കാൻ വേണ്ടി. ഇതറിഞ്ഞ് ശ്രീബുദ്ധൻ അവിടെ എത്തി. അദ്ദേഹം ബ്രാഹ്മണനോട് പല കാര്യങ്ങളും ചർച്ച ചെയ്ത കൂട്ടത്തിൽ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ജീവൻ ഒന്നു തന്നെയാണെന്നും ഒരു മനുഷ്യൻ്റെ ജീവൻ പോലെ തന്നെ മറ്റു ജന്തുക്കളുടെയും ജീവൻ എടുക്കുവാൻ ആർക്കും അധികാരമില്ല എന്നും പറഞ്ഞു. രക്തം വീഴ്ത്തിയുള്ള ബലികളിൽ കൂടി ഒരു ദൈവത്തിനെയും പ്രീതിപ്പെടുത്തുവാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്യുന്നത് വഴി ആരുടെയും പാപപരിഹാരം നേടാനും കഴിയുകയില്ല എന്നും സ്ഥാപിച്ചു. നിരപരാധികളായ മിണ്ടാപ്രാണികളെ ബലി കഴിക്കുന്നതാണ് മഹാപാപം എന്നും അയാളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. ബുദ്ധൻ്റെ ഇത്തരം നീണ്ട ഉപദേശം അയാളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി. അവിടെ ബലിക്ക് കൊണ്ടുവന്ന മൃഗങ്ങളെയെല്ലാം സ്വതന്ത്രനാക്കാൻ ബ്രാഹ്മണൻ തയ്യാറായി. അവയെ യഥേഷ്ടം താഴ്വരയിൽ മേയാൻ വിട്ടു. അവിടുത്തെ ഇളമ്പുല്ലും നീരുറവകളിൽ നിന്ന് ശുദ്ധജലവും കുടിച്ച് അവ സ്വതന്ത്രമായി വിഹരിച്ചു.